തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ സർക്കാരിന്റെ നിർണായക നീക്കം. ഭിന്നശേഷി സംവരണത്തിൽ NSSന് കിട്ടിയ ആനുകൂല്യം ഇനി മറ്റു മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ലഭിക്കും. നിയമോപദേശത്തിന് പിന്നാലെ ഭിന്നശേഷി പോസ്റ്റുകൾ മാറ്റിവെച്ച എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരെ സ്ഥിരപ്പെടുത്താനുള്ള ഉത്തരവ് പുറത്തിറക്കി. പോസ്റ്റുകൾ മാറ്റിവെക്കാത്തവർ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി പറഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിൽ നിലവിലുള്ള സർക്കാർ നിർദ്ദേശപ്രകാരം ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിതമായ തസ്തികകൾ മാറ്റിവച്ചിട്ടുള്ള മാനേജ്മെന്റുകളിൽ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പ്രൊഫഷണലായി ശമ്പള സ്കെയിൽ ദിവസവേതനം ജോലി ചെയ്യുന്ന ജീവനക്കാരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുടെ അന്തിമ വിധിക്ക് വിധേയമായി ശമ്പള സ്കെയിലിൽ ക്രമീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു. ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതാണ്. ഭാവിയിൽ മാനേജ്മെന്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും സുപ്രീം കോടതി വിധി ബാധകമായിരിക്കും. ഭിന്നശേഷി നിയമനത്തിനായി ഇനിയും തസ്തികകൾ വിട്ടു നൽകാത്ത മാനേജർമാർ അടിയന്തരമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി. ശരി, ഗോപാൽ ശീലാസനലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, ആശ്വാസമാകുന്നു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കമായി തന്നെ സർക്കാരിന്റെ ഈ ഉത്തരവിനെയും പ്രസ്താവനയും ഒക്കെ വിലയിരുത്തണം, അല്ലേ? തീർച്ചയായിട്ടും വിനീത, ഇന്ന് അക്കാര്യം മന്ത്രിയോട് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള ഒരു പരിപാടി അല്ല എന്നും അതിനോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നു എന്നും മാത്രമായിരുന്നു മറുപടിയെങ്കിലും ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ക്രൈസ്തവ സഭകൾ അടക്കമുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മേൽ ചുമത്തിയ സമ്മർദ്ദം ചെറുതല്ലായിരുന്നു. ആ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ അന്തിമ നിമിഷത്തിലെത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ഒരിക്കൽ, അതായത് 2022 ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയപ്പോൾ ഇത്തരത്തിൽ ഈ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് അനുകൂലമാക്കാൻ കഴിയുകയില്ല എന്ന നിലപാട് AG നൽകുകയുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമത് നിയമോപദേശം തേടിയപ്പോൾ അത്തരത്തിൽ മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കുന്നതിൽ തെറ്റില്ല. അനുകൂല വിധി ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുന്നു എന്നതാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന തീരുമാനം. ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങൾ നൽകിയത്.